2015 മെയ് 1 മെക്സിക്കോയിലെ ജലിസ്കോ സംസ്ഥാനത്ത് മെക്സിക്കൻ സൈന്യം അതീവ രഹസ്യമായി ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ലഹരി മരുന്ന് കച്ചവടത്തിന്റെ പേരിൽ മെക്സിക്കോയിലേക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും തന്നെ ഭീഷണിയായ ഒരു ലഹരി മരുന്ന് കച്ചവടക്കാരനെ അധോലോക നായകനെ പിടികൂടുകയോ വകവരുത്തുകയോ ചെയ്യുക, അതായിരുന്നു ആ ഓപ്പറേഷന്റെ ലക്ഷ്യം. സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ പർവ്വതങ്ങൾക്ക് മീതെ താഴ്ന്നു പറന്നുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ പറക്കുമ്പോൾ അവർ കരുതിയിരുന്നില്ല തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് തങ്ങളെക്കാൾ ശക്തരായ ഒരു കൂട്ടർ പർവ്വത പ്രദേശത്തിന്റെ ഇരുണ്ട കോണുകളിൽ ഒളിച്ച് ഇരിപ്പുണ്ട് എന്ന്. ഹെലികോപ്റ്റർ താണ് പറക്കുമ്പോൾ പെട്ടെന്ന് അത് സംഭവിച്ചു. ഒരു റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ഹെലികോപ്റ്ററിന് നേരെ പാഞ്ഞു വന്നു. പിന്നെ കണ്ടത് ആകാശത്ത് ഒരു തീപ്പന്തം ഉയരുന്നതായിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്ന് നിലവിളികൾ ഉയർന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം തെറ്റി താഴേക്ക് പതിച്ചു. പർവ്വതമുകളിൽ ഹെലികോപ്റ്റർ കത്തി അമർന്നു. സൈനികരും ഫെഡറൽ പോലീസുകാരും പൈലറ്റും ഉൾപ്പെടെ 8 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ലോകം നടുങ്ങിയ സംഭവമായിരുന്നു അത്. കാരണം മയക്കുമരുന്ന് സംഘങ്ങൾ പോലീസിനെയും അധികാരികളെയും ആക്രമിക്കുന്നതും വകവരുത്തുന്നതുമെല്ലാമായ സംഭവങ്ങൾ പതിവാണ്. പക്ഷേ ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തെ ലക്ഷ്യമാക്കി യുദ്ധനിലവാരത്തിൽ ആക്രമണം നടത്തിയതും അതിൽ മയക്കുമരുന്ന് സംഘം വിജയിച്ചതും അസാധാരണമായ സംഭവമായിരുന്നു. മയക്കുമരുന്ന് സംഘത്തിന്റെ ആയുധശേഷിയും സൈനിക പരിശീലനവും ലോകത്തിനു മുന്നിൽ വെളിവാക്കപ്പെട്ട സംഭവം കൂടിയായിരുന്നു ഇത്. ഇത്തരമൊരു ആക്രമണത്തിന് നിർദ്ദേശങ്ങൾ നൽകി അത് നടപ്പിലാക്കിയ ആളുടെ പേര് എന്തായിരുന്നുവെന്നോ? എൽ മെൻചോ. US ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലുള്ള $10 മില്യൺ വിലയിട്ടിരിക്കുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരൻ, മെക്സിക്കോയിലെ ഏറ്റവും ശക്തമായ കാർട്ടലായ ജലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലിന്റെ നേതാവ്. ലോകമാധ്യമങ്ങൾ ആദ്യമായി എൽ മൻചോയുടെ പേര് കേട്ടത് ഈ ഹെലികോപ്റ്റർ ആക്രമണത്തോടെയായിരുന്നു. ഐസിസിനേക്കാൾ ക്രൂരതകൾ കാട്ടി ലോകത്തെ ഭയപ്പെടുത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലഹരി മാഫിയ സംഘത്തിന്റെ നേതാവിന്റെ ജീവിതമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആഡംബരങ്ങളെക്കാൾ ആക്രമണങ്ങളെ ആശ്രയിച്ച് ഒരു സാധാരണക്കാരിൽ നിന്ന് ലോകത്തെ മുഴുവൻ വിറപ്പിച്ച കാർട്ടലിന്റെ തലവനായി മാറിയ എൽ മെൻചോയുടെ കഥ നടുക്കത്തോടെയല്ലാതെ കേട്ടിരിക്കാൻ കഴിയില്ല. എൽ മെൻചോയുടെ കഥ മെക്സിക്കോയിലെ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ കഥ കൂടിയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് മെക്സിക്കോ. മെക്സിക്കോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മയക്കുമരുന്നുകളുടെ രാജ്യം എന്നൊരു വിചാരമാണ് മനസ്സിലേക്ക് ഓടി എത്തുന്നത്. ലോകത്തെ വിറപ്പിക്കുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരും അതുമായി ബന്ധപ്പെട്ട രഹസ്യ സാമ്രാജ്യങ്ങളുടെയും ലോകമാണ് മെക്സിക്കോ എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ ഒളിപ്പിച്ച സൂപ്പർ മയക്കുമരുന്ന് ലാബുകൾ, മലമുകളിൽ കാവൽമാടങ്ങൾ, മയക്കുമരുന്നുമായി അതിർത്തികൾ കടന്നു പോകുന്ന ട്രക്കുകൾ, പാതിരാത്രി വന്നിറങ്ങുന്ന രഹസ്യ ബോട്ടുകൾ, ഇങ്ങനെ അത്യന്തം രഹസ്യാത്മകവും നിഗൂഢവും അതോടൊപ്പം നിയമവിരുദ്ധവുമായ ഒരു ലോകമാണ് മെക്സിക്കോയിൽ ഉള്ളത്. 1970 മുതൽക്കാണ് മെക്സിക്കോയുടെ മണ്ണിൽ ഡ്രഗ് കാർട്ടലുകൾ ഉയരാൻ ആരംഭിച്ചത്. കാരണം കൊളംബിയയിൽ നിന്നുള്ള മയക്കുമരുന്നുകൾ, പ്രത്യേകിച്ച് കൊക്കൈൻ പോലെയുള്ളവ അമേരിക്കയിലെത്താൻ ഏറ്റവും എളുപ്പവഴിയായിരുന്നു മെക്സിക്കോ. ഈ റൂട്ടിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതോടെ മയക്കുമരുന്ന് സംഘത്തിന്റെ നോട്ടം മെക്സിക്കോയിൽ പതിയുകയും മെക്സിക്കോ അന്താരാഷ്ട്ര മാഫിയയുടെ കേന്ദ്രമായി മാറുകയും ചെയ്യുകയായിരുന്നു. മെക്സിക്കോയിലെ സിനലോ കാർട്ടലും അതിന്റെ സ്ഥാപകനായ എൽ ചാപ്പോ ഗുസ്മാനുമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ക്രൂര മുഖങ്ങൾ. ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ എന്ന CJNG-യുടെ സ്ഥാപകനായി മാറിയ എൽ മെൻചോയാണ് മറ്റൊരാൾ. ഗൾഫ് കാർട്ടൽ, ലോസ് സെന്റാസ്, തിജാന കാർട്ടൽ എന്നിവയാണ് മെക്സിക്കോയിലെ മറ്റ് കാർട്ടലുകളായി അറിയപ്പെടുന്നത്. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏറ്റവും വലിയ ലാഭം ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുകൊണ്ടാണ് മെക്സിക്കോയും അമേരിക്കയും തമ്മിൽ അഭേദ്യമായ വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് മയക്കുമരുന്നും അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് ആയുധങ്ങളും എന്ന വിധത്തിലാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മെക്സിക്കോയിലെ ഡ്രഗ് ബിസിനസ് പ്രധാനമായും 3 തരത്തിലാണ് ഉള്ളത്. മെത്ത്, ഹെറോയിൻ എന്നിവയുടെ വലിയ ഉൽപാദന കേന്ദ്രങ്ങൾ, അമേരിക്കയിലേക്ക് ഇവ കയറ്റി അയക്കുകയും അമേരിക്കയിൽ വിപണി കേന്ദ്രീകരിച്ചുള്ള വിതരണവുമാണ് 2-3 ഘട്ടങ്ങൾ. മയക്കുമരുന്ന് കച്ചവടക്കാർ ഓരോ വർഷവും നടത്തുന്നത് ആയിരക്കണക്കിന് കൊലപാതകങ്ങളാണ്. മെക്സിക്കോയിലെ ചില പട്ടണങ്ങൾ പൂർണ്ണമായും കാർട്ടലുകൾ നിയന്ത്രിക്കുന്ന മൈക്രോ രാജ്യങ്ങളാണ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. മയക്കുമരുന്ന് കച്ചവടത്തിന്റെ തിക്തഫലങ്ങൾക്ക് ഏറ്റവും അധികം വില കൊടുക്കേണ്ടി വരുന്നത് ആ രാജ്യത്തെ സാധാരണക്കാരാണ്.
കാരണം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ തകർക്കുന്നതും സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ നഷ്ടപ്പെടുത്തുന്നതും സാമ്പത്തിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നവയുമാണ് ലഹരിമരുന്ന് കച്ചവടം. ഒരു രാജ്യം മയക്കുമരുന്ന് കച്ചവടത്തിന്റെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ചതാണ് എന്ന് അറിയപ്പെടുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ മോശം പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെടുന്നതിനും കാരണമാകും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എൽമൻജോയുടെ ജീവിതത്തിലേക്ക് കടക്കാം. 1966 ജൂലൈ 17 മൈക്കോവാക്കനിലെ നരൻചോടി ചിലയിലാണ് എൽമൻജോ ജനിച്ചത്. റൂബൻ എന്നും നെമസിയോ എന്നും അയാൾക്ക് പേരുകളുണ്ട്. നെമസിയോ ഒസഗര സെർവാന്റസ് എന്നാണ് മുഴുവൻ പേര്. 5 സഹോദരങ്ങളും മാതാപിതാക്കളും അടങ്ങുന്നതാണ് കുടുംബം. ദരിദ്ര കർഷക കുടുംബമായിരുന്നു അവരുടേത്. അവക്കാഡോ ആയിരുന്നു അവർ പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ഈ കർഷകരെ പോലും നിയന്ത്രിച്ചിരുന്നത് മയക്കുമരുന്ന് മാഫിയകൾ ആയിരുന്നു. അതുകൊണ്ട് അധ്വാനത്തിനുള്ള കൂലി പോലും കർഷകർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. കുടുംബത്തിലെ ദാരിദ്ര്യവും ഇല്ലായ്മയും ചേർന്നപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ എൽമൻജോയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിനോട് വിട പറഞ്ഞു. പിന്നീട് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കുടുംബത്തെ സഹായിക്കുന്നതിലായിരുന്നു ശ്രദ്ധ. പക്ഷേ ചെറിയ ജോലികൾ ചെയ്ത് ചെറിയ രീതിയിൽ ജീവിക്കാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ പണം ഉണ്ടാക്കുക, സുഖിക്കുക, അതായിരുന്നു ചെറുപ്രായം മുതൽക്കേ ആ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. അധ്വാനിച്ച് ജീവിക്കുന്നതിനും അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ. മെയ്യനങ്ങാതെയും അധ്വാനിക്കാതെയും അവിഹിത മാർഗങ്ങളിലൂടെയും പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം ചെറുപ്രായത്തിൽ തന്നെ അയാളുടെ മനസ്സിൽ കയറി കൂടുകയുണ്ടായി. അങ്ങനെ തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അയാൾ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി. പല പല പേരുകളിലാണ് അയാൾ അവിടെ അറിയപ്പെട്ടത്. മയക്കുമരുന്ന് കച്ചവടത്തിന്റെ സാധ്യതകൾ പരീക്ഷിക്കാൻ ഇക്കാലയളവ് അയാളെ സഹായിച്ചു. കാലിഫോർണിയയിലേക്ക് കുടിയേറിയതോടെ മെത്താഫെറ്റാമിൻ വഴി തനിക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉയർച്ച നേടാൻ കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ ചെറിയ രീതിയിൽ മയക്കുമരുന്ന് കച്ചവടം ആരംഭിച്ച അയാൾ കാലക്രമേണ കാർട്ടലിന്റെ തലവനായി മാറുകയായിരുന്നു. US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ 2015 ഏപ്രിലിൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് അനുസരിച്ച് 1990-കൾ മുതൽ എൽമൻജോ മയക്കുമരുന്ന് കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 1994 കാലിഫോർണിയയിലെ നോർത്തേൺ ഡിസ്ട്രിക്റ്റിനായുള്ള US ജില്ലാ കോടതി ഹെറോയിൻ വിതരണം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതിന് അയാളെ 3 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. മോഷണം, ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം സൂക്ഷിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു ജയിൽ ശിക്ഷ. മോചിതനായ ശേഷം എൽമൻജോ മെക്സിക്കോയിലേക്ക് മടങ്ങുകയുണ്ടായി. അതിനു മുൻപും 2 തവണ അയാൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെന്തായാലും ഇത്തവണ ജയിൽവാസം അവസാനിപ്പിച്ച് പുറത്തേക്ക് വന്ന അയാൾ ആരും വിചാരിക്കാത്ത ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നതാണ് വാസ്തവം. ജയിൽവാസി പോലീസ് ഉദ്യോഗസ്ഥനായി എന്നതായിരുന്നു ഈ മാറ്റം. ജാലിസ്കോ സംസ്ഥാനത്തെ കാബോ കൊറിയാൻഡസ്, ഡൊമാറ്റ്സ്ലാൻഡ് എന്നിവിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥനായും സേവനമനുഷ്ഠിച്ചു. ഇതെങ്ങനെ സാധ്യമായി എന്നയിടത്താണ് അയാളുടെ കുബുദ്ധിയും കുരുട്ടുതന്ത്രങ്ങളും പ്രസക്തമാകുന്നത്. സ്വന്തം വ്യക്തിത്വം മറച്ചുവെച്ച് പോലീസ് പരിശീലനത്തിൽ ഏർപ്പെടുകയും അവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കി പോലീസ് ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിക്കുകയുമായിരുന്നു ചെയ്തത്. ഇക്കാര്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. ജോലിക്ക് വേണ്ടി ആയിരുന്നില്ല, പ്രതിരോധ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും പോലീസ് പരിശീലനം നേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അയാൾ പോലീസിൽ ചേർന്നത്. പോലീസുകാരെ ഏതൊക്കെ വിധത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുകയും അയാളുടെ ലക്ഷ്യമായിരുന്നു. കാരണം മയക്കുമരുന്ന് കച്ചവടക്കാരിൽ 1ാം സ്ഥാനം നേടുക എന്നതിനപ്പുറം അയാൾക്കൊരു ജീവിത ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നീട് അയാൾ പോലീസ് ജോലി രാജിവെക്കുകയും മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് തിരിയുകയും ചെയ്തു. അതിനായി മിലേനിയോ കാർട്ടലിലാണ് അയാൾ ചേർന്നത്. അതോടെയാണ് അയാൾ എൽമൻജോ എന്ന പേരിൽ അറിയപ്പെടാൻ ആരംഭിച്ചത്. പാബ്ലോ എസ്കോബാറിനും എൽ ചാപ്പോയ്ക്കും ശേഷം മെക്സിക്കോയിൽ നിന്ന് ഉയർന്നു വന്ന മയക്കുമരുന്ന് മാഫിയയുടെ തലവനായി അയാൾ മാറുകയായിരുന്നു. കിരീടം വയ്ക്കാത്ത ഒരു അധോലോക രാജാവിന്റെ ജൈത്രയാത്രയുടെ തുടക്കമായിരുന്നു അവിടെ കുറിക്കപ്പെട്ടത്. തുടക്കത്തിൽ കാർട്ടൽ ഉടമയുടെ ബോഡി ഗാർഡായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അതിൽ പരിമിതപ്പെട്ടു നിൽക്കാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. കാർട്ടലിന്റെ പ്രമുഖ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക എന്ന ലക്ഷ്യത്തോടെ അയാൾ വിവാഹം ചെയ്തത് കാർട്ടലുമായി ബന്ധമുണ്ടായിരുന്ന വലൻസിയോയെ ആയിരുന്നു. ഇത് അയാളുടെ തലവര മാറ്റി വരയ്ക്കുകയുണ്ടായി. എൽ മറഡോണ എന്ന അൽമാൻഡോ വലൻസിയ കൊർണേലിയോയെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടം ഹിറ്റ്മാൻമാരിൽ ജോലി ചെയ്ത ശേഷം എൽമൻജോ സിനലോവ കാർട്ടൽ കപ്പോയായ നാച്ചോ കോർണൽ എന്ന ഇഗ്നാസിയോ കോർണൽ വില്ലാരിയയുമായി സഖ്യമുണ്ടാക്കി മിലേനിയോ കാർട്ടലിന്റെ ബ്ലോക്കിൽ ചേർന്നു. ഈ സംഘം മയക്കുമരുന്ന് കടത്തുകയും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ജാലിസ്കോ, കൊലിമ സംസ്ഥാനങ്ങളിൽ സിനലോവ കാർട്ടലിന്റെ കൊലയാളികളായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവർ ആയിരുന്നു. 2010 ആയപ്പോഴേക്കും നാച്ചോ കൊറോണയുടെ മരണത്തോടെ മിലേനിയോ കാർട്ടലിന്റെ നേതാവായ ഓസ്കാർ ഒലാൻഡോ നവ വലൻസിയ, എൽ ലോബോ, മിലേനിയോ കാർട്ടൽ എന്നീ 2 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ഈ 2 ഡിവിഷനുകളും ജാലിസ്കോയിൽ മയക്കുമരുന്ന് കച്ചവടം നിയന്ത്രിക്കുന്നതിനുള്ള പോരാട്ടം ആരംഭിച്ചു. എൽമൻജോയുടെ നേതൃത്വത്തിൽ ലോസ് ടോർപിഡോസ് പിന്നീട് CJNG ആയി മാറുകയുണ്ടായി. എൽമൻജോയുടെ നേതൃത്വത്തിൽ CJNG
ജാലിസ്കോയിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും മയക്കുമരുന്ന് കടത്തിനുമേലുള്ള നിയന്ത്രണം വിപുലീകരിക്കാനും ഏകീകരിക്കാനും ആരംഭിച്ചു. എതിരാളി കാർട്ടലുകളായ സെറ്റാസ്, നൈറ്റ്സ് ടെംപ്ലർ എന്നിവയെ ഇവർ ഏറ്റെടുക്കുകയുണ്ടായി. മെക്സിക്കോ സിറ്റി ഉൾപ്പെടെ കുറഞ്ഞത് 28 മെക്സിക്കൻ സംസ്ഥാനങ്ങളിൽ CJNGയുടെ സാന്നിധ്യമുണ്ടെങ്കിലും ഇതിന്റെ പ്രവർത്തന താവളങ്ങൾ ജാലിസ്കോ, കൊലിമ, മിച്ചോക്കാൻ എന്നിവിടങ്ങളിലാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് മെക്സിക്കോയുടെ തെരുവുകളിൽ പോർവിളികൾ നടത്തിയും വെടിയുതിർത്ത് ചോരപ്പുഴ ഒഴുക്കിയും എൽമൻജോ ഭീതിയുടെ പര്യായമായി മാറുകയുണ്ടായി. അയാളോട് എതിരിടാൻ മറ്റു മയക്കുമരുന്ന് മാഫിയകൾ മടിച്ചു. പ്രബലരായിരുന്ന പലരും അയാളോട് പരാജയം സമ്മതിക്കുകയോ മെക്സിക്കോ വിട്ടുപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയോ ചെയ്തു. അതോടെ എൽമൻജോ മെക്സിക്കോയിലെ മയക്കുമരുന്ന് കാർട്ടലുകളുടെ ഏകാധിപതിയായി മാറുകയായിരുന്നു. നിയമത്തെ കയ്യിലെടുത്തും ജനങ്ങൾക്കിടയിൽ ഭീതി വിതച്ചുമുള്ള അയാളുടെ തേരോട്ടങ്ങൾ യുവജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നതാണ് ഇതിലെ മറ്റൊരു വൈരുദ്ധ്യം. തൽഫലമായി CJNGയിൽ അംഗങ്ങളാകാൻ മെക്സിക്കോയിലെ ഒരു നല്ല വിഭാഗം യുവജനങ്ങൾ മുന്നോട്ട് വന്നു. മാത്രവുമല്ല, നല്ല ശമ്പളവും വീടും മറ്റ് സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തും യുവജനങ്ങളെ ഇവർ സ്വാധീനിച്ചുകൊണ്ടിരുന്നു. 5000-ഓളം യുവജനങ്ങളുടെ ഒരു സൈന്യമാണ് തനിക്ക് വേണ്ടി എൽമൻജോ രൂപീകരിച്ചത്. സൈന്യത്തിന്റെ വേഷമായിരുന്നു ഇവരുടേതും. ഇവരുടെ പക്കലുള്ള ആയുധങ്ങളാകട്ടെ രാജ്യത്തെ സൈന്യത്തിൻ്റെതിനേക്കാൾ മികച്ചതും ആയിരുന്നു. കൊളംബിയ, പെറു, ബൊളീവിയ എന്നിവിടങ്ങളിലും മധ്യ അമേരിക്കയിലും അമേരിക്കയിലുടനീളവും തെക്കൻ ജാലിസ്കോയിലെ ഗ്രാമപ്രദേശങ്ങളിലും ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന വിധത്തിൽ എൽമൻജോ വളർന്നു. CJNGയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയും അക്രമാസക്തമായ തന്ത്രങ്ങളും സുരക്ഷാ സേനയും സർക്കാരുകളും ഗ്രൂപ്പിന് കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനും അതിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും കാരണമായി. CJNGയുടെ തലവൻ എന്ന നിലയിൽ എൽമൻജോ ജലിസ്കോ, കൊലിമ, മിച്ചോഗാൻ, ഗാനാജുവാറ്റോ, വെറാക്രൂസ്, ചിയാപാസ് എന്നീ സംസ്ഥാനങ്ങളിൽ ഗ്രൂപ്പിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മെത്താഫിറ്റമിൻ മാത്രം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടായിരുന്നു എൽമൻജോ തുടക്കത്തിൽ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ കൂടുതൽ പണസമ്പാദനം അതുകൊണ്ട് മാത്രം നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റു തരത്തിലുള്ള ലഹരി മരുന്ന് നിർമ്മാണങ്ങളിലേക്കും അയാൾ കടക്കുകയുണ്ടായി. അതിനായി നിരവധി ഫാക്ടറികൾ സ്ഥാപിക്കപ്പെട്ടു. അവിടെ സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും നിർബന്ധിതമായി തൊഴിൽ എടുക്കേണ്ടതായി വന്നു. കൊക്കൈൻ, മെത്താഫെറ്റാമിൻ, ഹെറോയിൻ, ഫെന്റാനൈൽ തുടങ്ങിയവയെല്ലാം ഈ ഫാക്ടറികളിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ടും പണത്തിനു വേണ്ടിയുള്ള ആർത്തിയൊടുങ്ങാത്ത അയാൾ എണ്ണമോഷണം, മനുഷ്യക്കടത്ത്, പിടിച്ചുപറി, കുടിയേറ്റ, കള്ളക്കടത്ത് എന്നിവയും നിർബാധം തുടരുകയുണ്ടായി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വ്യാപാര ശൃംഖലയായി CJNGയും അതിന്റെ തലവനായ എൽമൻജോയും വളരുകയായിരുന്നു. നിരവധി മെക്സിക്കൻ രാഷ്ട്രീയക്കാരെ വധിക്കാനും എൽമൻജോ ഉത്തരവിട്ടതായി കരുതപ്പെടുന്നുണ്ട്. 2013 മാർച്ചിൽ ജാലിസ്കോ ടൂറിസം സെക്രട്ടറി ജീസസ് ഗാലഗോസ് അൽവാരസിന്റെ കൊലപാതകത്തിനും 2014 സെപ്റ്റംബറിൽ കോൺഗ്രസ് അംഗം ഗബ്രിയൽ ഗോമസ് മിഷേലിന്റെ കൊലപാതകത്തിനും പിന്നിൽ CJNG ആണ് എന്ന് ആരോപണങ്ങൾ ഉണ്ട്. മറ്റ് മയക്കുമരുന്ന് കച്ചവടക്കാരുടെ വഴികളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു എൽമൻജോയുടെ വഴികൾ. മറ്റുള്ളവരൊക്കെ പോലീസിനെയും ഭരണാധികാരികളെയും സ്വാധീനിക്കാൻ കൈക്കൂലി നൽകി വരുമ്പോൾ എൽമൻജോയുടെ രീതി വ്യത്യസ്തമായിരുന്നു. എതിര് നിൽക്കുന്നവരെയെല്ലാം വകവരുത്തുകയായിരുന്നു അയാളുടെ രീതി. എപ്പോഴെങ്കിലും എൽമൻജോയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമ്പോഴെല്ലാം സംഘാംഗങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പോലീസിന്റെ ശ്രദ്ധ വഴിതിരിച്ച് വിടുമായിരുന്നു. ഉദാഹരണത്തിന്, പോലീസ് വരുന്നുവെന്ന് കേൾക്കുമ്പോൾ നഗരത്തിലെ കടകൾക്ക് തീയിടുക, ഗതാഗത തടസ്സം സൃഷ്ടിക്കുക പോലെയുള്ളവയായിരുന്നു അത്. മാത്രവുമല്ല, മെക്സിക്കൻ ഭരണകൂടത്തിലും പോലീസിലും ഇയാൾക്ക് ചാരന്മാരും ഉണ്ടായിരുന്നു. തനിക്കെതിരെയുള്ള രഹസ്യ നീക്കങ്ങൾ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയായിരുന്നു. എൽമൻജോ രക്ഷപ്പെടാറായിരുന്നു പതിവ് എങ്കിലും അയാളുടെ അനുചരന്മാർ പലരും കൊല്ലപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിരുന്നു. എൽമൻജോ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചുപോയോ ഇപ്പോഴും ആശങ്കകൾ ഒഴിവായിട്ടില്ല. പക്ഷേ അയാൾക്ക് ഗുരുതരമായ വൃക്കരോഗം ഉണ്ടെന്നും രഹസ്യമായി ചികിത്സകൾ നടത്തുന്നുണ്ട് എന്നും ചില വാർത്തകൾ പറയുന്നുണ്ട്. എന്നാൽ ഇവ സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എൽമൻജോ കൊല്ലപ്പെട്ടുവെന്നും പിടിക്കപ്പെട്ടുവെന്നും വാർത്തകൾ പുറത്തു വരുമ്പോഴൊക്കെ അയാൾ നടത്തിയ ഏതെങ്കിലുമൊക്കെ അക്രമത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരും. അതിലൊന്നായിരുന്നു മെക്സിക്കോയെ മുഴുവനായും ഞെട്ടിച്ചു കളഞ്ഞ ഒരു പോലീസ് ആക്രമണം. ഡസൻ കണക്കിന് തോക്കുധാരികൾ നേരിട്ടെത്തി മെക്സിക്കോ സിറ്റി പോലീസ് മേധാവി ഒമർ ഗാർഹ് ഫാർഹുഞ്ചിനെ വധിക്കാൻ പദ്ധതിയിട്ടതായിരുന്നു അത്. തലനാരിഴയ്ക്കാണ് പോലീസ് മേധാവി എന്ന് രക്ഷപ്പെട്ടത്. ഗ്രനേഡുകളും 50 സ്നിഫർ റൈഫിളുകളും ഉപയോഗിച്ചായിരുന്നു പോലീസ് മേധാവിയുടെ കവചിത വാഹനത്തിനെതിരെ അക്രമം നടത്തിയത്. തോളിനും കഴുത്തലിനും കാൽമുട്ടിനും വെടിയേറ്റ് വീണുവെങ്കിലും അദ്ദേഹത്തിന് ജീവൻ തിരികെ കിട്ടി. മെക്സിക്കോ സിറ്റിയുടെ ഹൃദയഭാഗത്ത് 3 പ്രധാന പാതകളിൽ ഒളിയാക്രമണം നടത്തിയാണ് അവർ പോലീസ് മേധാവിയെ വകവരുത്താൻ ശ്രമിച്ചത്. മെക്സിക്കോയിലെ മയക്കുമരുന്ന് കച്ചവടക്കാർ പതിവായി കൊല്ലുന്നവരാണ് ജഡ്ജിമാരും പോലീസുകാരും മാധ്യമ പ്രവർത്തകരും. കാരണം തങ്ങളുടെ ലക്ഷ്യത്തിന് എവിടെയെങ്കിലും തടസ്സം നിൽക്കുന്നവരെയെല്ലാം വകവരുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ സാഹചര്യത്തിലാണ് US ഭരണകൂടത്തിന്റെ ചില ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യക്തമാകുന്നത്. ഐസിസിനേക്കാൾ അപകടകാരികളാണ് ലഹരിമരുന്ന് മാഫിയകൾ എന്നാണ് അമേരിക്കയുടെ ആരോപണം.
അതിനായി US നിരത്തുന്ന ചില കണക്കുകൾ ഇപ്രകാരമാണ്. 2014 9,000 പേരെയാണ് ഐസിസ് ഇറാഖിൽ മാത്രം കൊന്നത്. 17,386 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സിറിയയിലും ആയിരക്കണക്കിന് ആളുകളെ ഐസിസ് കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 2013 മാത്രം മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയ 16,000-ഓളം നിരപരാധികളെയാണ് കൊന്നു തള്ളിയത്. 2006 മുതൽ 2012 വരെ 60,000 പേരാണ് കൊല്ലപ്പെട്ടത്. ഓരോ അരമണിക്കൂറിലും മെക്സിക്കോയിൽ ഒരാൾ വീതം കൊല്ലപ്പെടുന്നു. ഐസിസ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. എന്നാൽ മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയകൾ നൊടിയുടെ എല്ലാവരെയും കൊന്നു തള്ളിക്കൊണ്ടേയിരിക്കുന്നു. എതിരാളികളെയും ചിലപ്പോഴൊക്കെ നിരപരാധികളെയും കൊല്ലാൻ പുറപ്പെടുമ്പോൾ രാജ്യത്തെ പോലീസിന്റെ കൈകളിൽ ഉള്ളതിനേക്കാൾ മികവുറ്റ ആയുധങ്ങളും തോക്കുകളുമായിരിക്കും ഇവരുടെ കൈകളിൽ ഉണ്ടാവുക. മെക്സിക്കോയിലെ തെരുവുകളിൽ അനേകരുടെ ചോര വീഴ്ത്താൻ എൽമൻചോയുടെ ഈ കിങ്കരന്മാർക്ക് നിഷ്പ്രയാസം സാധിച്ചിട്ടുണ്ട്. തങ്ങളെ എതിർക്കുന്നവർ ആരോ അവരെയെല്ലാം CJNGയുടെ തോക്കുമുനയിൽ വെടിയേറ്റ് വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമം കയ്യിലെടുത്തുള്ള ക്രൂരവാഴ്ചയാണ് എൽമൻചോ നടത്തിയത് എന്ന് ഇക്കാര്യങ്ങൾ അടിവരയിടുന്നുണ്ട്. എൽമൻചോയെ പിടികൂടുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഒടുവിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എൽമൻചോയുടെ രൂപം, പ്രത്യേകത എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണ പോലീസിനില്ല എന്നതാണ് വാസ്തവം. പഴയ കാലത്തെ ചില ഫോട്ടോഗ്രാഫ്സ് മാത്രമേ അയാളുടേതായി പോലീസിന്റെ കൈവശം ഉള്ളൂ. പൊതുജന ശ്രദ്ധ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് എൽമൻചോ. അയാളെ അധികം പേർ കണ്ടിട്ടുകൂടിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് അയാളുടെ കാർട്ടലിലെ അംഗങ്ങൾ പോലും. കാർട്ടലിലെ അപൂർവം ചിലരുമായി മാത്രമേ എൽമൻചോ നേരിട്ട് ഇടപെടാറുള്ളൂ. നഗരാതിർത്തിയിൽ നിന്ന് മാറി വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിലാണ് എൽമൻചോസ് താമസിക്കുന്നത്. സ്ഥിരമായി ഒരിടത്ത് താമസിക്കാറുമില്ല. മെക്സിക്കോയിലെ മുൻ കാർട്ടൽ നേതാക്കന്മാരുടെ മുഖങ്ങൾ പൊതുജനങ്ങൾക്ക് സുപരിചിതമായിരുന്നു. പക്ഷേ എൽമൻചോയുടെ മുഖം ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അയാളെ പിടികൂടുക അത്ര എളുപ്പവുമല്ല. ഇയാളെ സംബന്ധിച്ച മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മയക്കുമരുന്ന് എന്നല്ല, മദ്യം പോലും രുചിച്ചു നോക്കാത്ത ആളാണ് എൽമൻചോ എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ രീതിയിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. 2012 ഓഗസ്റ്റിൽ ഇയാൾ പിടിക്കപ്പെട്ടതായി ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഗ്വാഡലാജ്വാരയിൽ CJNGക്കെതിരെ മെക്സിക്കൻ സുരക്ഷാ സേന നടത്തിയ ഒരു ഓപ്പറേഷനിൽ നിന്ന് എൽമൻചോ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ദശലക്ഷക്കണക്കിന് ഡോളർ വാഗ്ദാനം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അയാളെ ഇന്നുവരെ ആരും ഒറ്റിക്കൊടുത്തതായി കേട്ടിട്ടില്ല. ഇതൊക്കെ എന്തുകൊണ്ട് എന്നതിന് കൃത്യമായ ഉത്തരമില്ല എന്ന് മാത്രമേ മറുപടിയുള്ളൂ. എൽമൻചോയെ അറസ്റ്റ് ചെയ്തില്ല എങ്കിലും അയാളുമായി ബന്ധപ്പെട്ട നിരവധി പേരെ ഈ കാലയളവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2024 നവംബറിൽ US ഏജന്റുമാർ മരുമകൻ ക്രിസ്ത്യൻ ഗുട്ടീറസ് ഒച്ചോവയെ കാലിഫോർണിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. മെക്സിക്കൻ അധികൃതർ അദ്ദേഹത്തിന്റെ സഹോദരൻ എബ്രഹാം ഒസെഗ്വേരയെ ജാലിസ്കോയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സഹോദരൻ അന്റോണിയോ സൈഗൂരയും 2022 മെക്സിക്കോയിൽ പിടിക്കപ്പെട്ടിരുന്നു. 2020 നാടുകടത്തപ്പെട്ട അദ്ദേഹത്തിന്റെ മകൻ റൂബൻ ഒസഗൂര നിലവിൽ അമേരിക്കയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഭാര്യ റോസലിൻഡ ഗോൺസാലസ് പലൻസിയയെ 2021 നവംബറിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മെക്സിക്കോയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യം കൂടി പറയാം. 2022 ഫെബ്രുവരിയിൽ എൽമൻചോ മരണമടഞ്ഞതായും ചില അനൌദ്യോഗിക വാർത്തകളുണ്ട്. ഗ്വാഡലാജ്വാരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശ്വാസതടസ്സമുണ്ടായി മരണമടഞ്ഞതായിട്ടാണ് വാർത്ത. പക്ഷേ അത് എത്രത്തോളം വാസ്തവമാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ജീവിതത്തിലുടനീളം സസ്പെൻസ് നിലനിർത്തുന്ന അയാൾ മരണത്തിലും അത് കാത്ത് സൂക്ഷിക്കുന്നുണ്ടാവാം. നിർബാധം തുടരുന്ന മയക്കുമരുന്ന് ചങ്ങലകളിലെ ഒരു കണ്ണി മാത്രമാണ് എൽമൻചോ. അയാൾ അവസാനിക്കുമ്പോൾ അയാളേക്കാൾ ശക്തനായ മറ്റൊരാൾ രംഗത്ത് വരും. അവിടെയാണ് മയക്കുമരുന്ന് സാമ്രാജ്യം ഒരു തുടർക്കഥയായി മാറുന്നത്.